രാവിലത്തെ കാഴ്ച കേട്ടോ. അങ്ങനെ വീണ്ടും അടുത്തൊരു ദിവസം കൂടെ അതേ വന്നിരിക്കുകയാണ്. ഇപ്പം അങ്കുവിന് കൈയടിഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്കൂളിലും കാര്യങ്ങളും ഒന്നും പോകണ്ടല്ലോ, അതുകൊണ്ടാണ് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ വന്നതിൻ്റെ ശബ്ദമൊക്കെ എനിക്കിങ്ങനെ കേൾക്കാം. നേരെ നന്നായിട്ട് വെളുത്തു. രാഖിക്ക് ഓഫീസിൽ പോണേ. അപ്പം ഞാൻ ദേ കിച്ചണിലെത്തി. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പാല് നമ്മുടെ പൊട്ടുകയാണേ. ഇത് ഇന്നലെ വൈകുന്നേരം വന്ന പാലാ. ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവുന്ന അറിയത്തില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് തലേദിവസം വൈകുന്നേരം വരുന്ന രാവിലെ കാച്ചും, രാവിലെ വരുന്ന വൈകുന്നേരം കാച്ചും. ഇത് പടപടപടേത് ഇങ്ങനെ അങ്ങ് പൊട്ടുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ പാല് വന്നിട്ടേ ചായ ഇടാൻ പറ്റൂ. എന്നെ പിരിഞ്ഞതായിട്ട് കാണുന്നില്ല കേട്ടോ, ഇങ്ങനെ പൊട്ടുകയാണ്. അപ്പോൾ ഈ പൊട്ടുന്ന എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത് ഉറയ്ക്കാനേ കൊള്ളത്തുള്ളൂ. നന്നായി ഇതേ പൊങ്ങി വന്നു. വേറെ വഴിയില്ല, ഇനി ഇതങ്ങ് തൈരാക്കാം. പാല് ഇങ്ങനെ പൊട്ടാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇതേ ഞാൻ ചക്ക പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴം പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആപ്പിൾ പുറത്തിരുന്നത് ഇപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കൊണ്ടാകാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അങ്കൂന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒരു നെയ്റോസ്റ്റ് ഇട്ടിട്ട് തിരിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചീസ് സ്പ്രെഡ് ചെയ്ത്, അതുപോലെ തന്നെ പാസ്ത മിക്സ് ഉണ്ടായിരുന്നു, ഹെർബ്സ് ഉണ്ടല്ലോ അതും, കുറച്ച് ക്രഷ്ഡ് ചില്ലി സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ അവൻ കഴിച്ചോളൂ കേട്ടോ. അവന് ഇഷ്ടമാണിത്. കുറച്ച് ഹെവിയും ആണല്ലോ. ശരിക്കും ഈ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചീസ്, പാല്, തൈരൊക്കെ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താക്കി കൊടുക്കും കേട്ടോ. ദോശയൊക്കെ ആകുമ്പോൾ കുറച്ച് ഹെൽത്തിയും ആണല്ലോ. സംഭവം ദേ റെഡി. അവൻ തന്നെ കഴിച്ചോളൂ കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് അവന് ഉപയോഗിക്കുന്ന വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ചോറൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ വാരി കൊടുക്കും, അത്രേ ഉള്ളൂ. ഈ ചക്കയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ബാക്കിയുള്ള സാധനത്തിന് ആ ഒരു മണം പിടിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും നമ്മുടെ പാല് പൊട്ടുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് കൺജസ്റ്റഡ് ആണിപ്പോൾ. ഒന്ന് ഒതുക്കണം, അടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും. തൊണ്ടപ്പിടുത്തം ഇതുവരെ അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വയ്യാതെ വരുമ്പം ആദ്യം ഞാൻ വെറുത്തു പോകുന്ന ചായ വെറുക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവും എനിക്ക് എന്തോ സംഭവം ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ മുട്ടയും വെറുത്തു. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്സ്. ഇപ്പോൾ കുഴപ്പമില്ല, അത് മാറിയിട്ടുണ്ട്. എങ്കിലും എന്തോ എവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ലഞ്ച് ഉച്ചയ്ക്ക് ഞാൻ ഏത്തപ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ച് പച്ചമുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ആ പച്ചമണം കെടുത്തിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏത്തപ്പഴം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തേ ഉള്ളൂ. പച്ചമുളകിൻ്റെ എരിയാണ്, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച തൈരായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ചേർക്കാത്ത. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ കട്ടിയിൽ കിട്ടത്തില്ലല്ലോ, അല്ലെങ്കിൽ ഫുൾ ക്രീം മിൽക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെയേ ഉണ്ടാക്കണം. ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ഇവിടെ വാങ്ങുന്ന പാല്, ആ പാലിൽ ഇത്രയും ഒരു കുഴപ്പമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അത് വെച്ച് നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കി. ഏത്തപ്പഴ പുളിശ്ശേരി വറുത്തിട്ടു. ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പില പിച്ചാനുള്ള മടി കൊണ്ട് ഞാനത് ഇടുന്നില്ല. അപ്പോൾ സംഭവം ദേ സെറ്റ്. അങ്കും ഉണ്ടായിരുന്നെങ്കിൽ പോയി പറിച്ചാണ് കേട്ടോ, പക്ഷെ എൻ്റെ കൈയും വെയ്യല്ലോ, അതുകൊണ്ടാണ് കറിവേപ്പില സ്കിപ്പ് ചെയ്തു. പിന്നെ അതേ ചോറും വെച്ചു. കൂടെ ക്യാരറ്റ് കുറേ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജ് ഞാൻ പതുക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ട് വരും. എന്തൊക്കെയോ സാധനങ്ങൾ എണ്ണത്തിന് ഇങ്ങനെ കുത്തിത്തിരികെ ഇരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മെഴുക്ക് പുരട്ടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ മെയ്ഡ് വന്നു കേട്ടോ. നമ്മുടെ മെയ്ഡിന് പഴുത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഏത്തപ്പഴം അതും ഇതൊക്കെ ഞാൻ പുള്ളിക്കാരിക്ക് കൊടുത്തു കേട്ടോ. പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ് നമ്മുടെ സാധനങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് രാക്കയുടെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല, കൃഷ്ണേട്ടൻ കൊടുത്തു വിട്ട വേപ്പിലക്കട്ടിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ കുറച്ചായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് സൈഡിൽ നിന്ന് കഴിച്ചു നോക്കി. ഇത് മോരിൻ്റെ കൂടെ ചേർത്ത് കഴിക്കണം, നല്ല എരിവാണെന്നാണ് പറയുന്നത്. വേറൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ നിന്ന് മോര് കറിയും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ മീനച്ചാറുണ്ട്, പലതരം അച്ചാറുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ കൂട്ടി ഇതൊക്കെ തന്നെയാണ് ലഞ്ച്. പിന്നെ നമ്മുടെ ചക്ക ഫുള്ള് അങ്ങനെ കഴിഞ്ഞു. ബാക്കി എന്താ പിന്നെ വരിക, ചക്കക്കുരു. അത് ഞാൻ നമ്മുടെ വെയിലത്തോട്ട് വെച്ചൊന്ന് ഉണക്കിയെടുക്കാമെന്ന് വെച്ചു. 3-4 ദിവസം പിടിക്കും. അതിനുശേഷം നമുക്ക് ഇത് മെഴുക്ക് പുരട്ടാം, കുറേ സംഭവങ്ങൾ ചെയ്യാമല്ലോ. ചക്കക്കുരു കൊണ്ട് ഇവിടെ നിന്നും കിട്ടാത്ത സംഭവമാണ്. നമ്മുടെ മെയ്ഡും ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്ന പുള്ളിക്കാരി അതിശയത്തു പോയി. ഞാൻ ആദ്യം ഫ്രണ്ടിൽ കൊണ്ട് വെക്കാമെന്നാണ് വെച്ചത്. അപ്പോൾ ആൾക്കാർക്കൊന്നും അറിയത്തില്ലല്ലോ, പിന്നെ ഒരു സ്മെല്ലും ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മുടെ ബാൽക്കണിയിൽ ഇവിടെ നല്ല വെയിൽ കിട്ടും കേട്ടോ, അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് അങ്ങ് ഉണക്കാമെന്ന് വെച്ചു. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ അജ്ഫാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മലപ്പുറം അവരുടെ ഒരു മലയാളികളുടെയാണ് ഈ അജ്ഫാൻ എന്ന സംഭവം. ഇത് ആകെ കർണാടകയിൽ നിന്ന് പക്ഷേ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇവിടെ ചണ്ഡീഗഡിലും ഞാൻ കണ്ടു അജ്ഫാൻ്റെ. അവിടെ നല്ല നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും. അപ്പോൾ അതിനകത്ത് കുതിരി എന്ന് പറഞ്ഞതേ ഡേറ്റ്സിനകത്ത് ഓരോ സംഭവങ്ങൾ, പിസ്ത, ഇതിപ്പോൾ പിസ്തയാണ്. ഇതിനകത്ത് ബദാം, നട്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂസ് ഇല്ലേ, അത് പിസ്റ്റാഷ്യോ, അതുപോലെ തന്നെ വാൾനട്ടൊക്കെ വെച്ച്
ഉള്ളത് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ പിസ്റ്റാഷ്യോ ആണ്. അത് പൊട്ടിക്കാൻ കുറച്ച് പാടായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന സമയത്താണ് പൊട്ടിച്ചിട്ട് ഇതേ അതും കഴിച്ചു. അപ്പം അങ്കു ദേ എങ്ങനെയുണ്ട് അങ്കു? വേനയൊന്നുമില്ലല്ലോ ഇപ്പോൾ. എന്ത് പറയാനില്ലേ, ആകെ ശരിക്കും ഞാൻ ഒന്ന് ഡെസ്പായിരുന്നു കേട്ടോ. എൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ ഒന്നത് എക്സാം എഴുതാൻ പറ്റത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾക്ക് അതൊക്കെ ഒരു എനിക്ക് രാത്രി കിടന്നുറങ്ങുമ്പോഴും ഒരു വിഷമമാണ്. അയ്യോ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലല്ലോ. നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ടൊന്നും അല്ലാതെ അങ്ങനെ വന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ. അപ്പം ഞാൻ അവന് കാൽഷ്യമൊക്കെ കിട്ടണ്ടേന്ന് വെച്ചാൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ തട്ടിക്കൂട്ടുന്നത്. നമ്മുടെ എള്ളൊന്ന് കഴുകി ഒന്ന് ഊറ്റി എടുത്തിട്ട് അതിനകത്ത് ശർക്കരയും ഏലക്കായും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ. ഇതിപ്പോൾ ശരിക്കും തണുപ്പ് മാറുന്ന ഒരു ടൈമുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്. ഞാൻ എള്ളിങ്ങനെ ഉരുട്ടി വെക്കും. ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചേ തണുപ്പ് മാറിയിട്ട് കഴിക്കാം കേട്ടോ. സംഭവം നല്ലതാണ്. കുറച്ച് കഴിച്ചാൽ അയൺ, കാൽഷ്യം എല്ലാം ഉള്ള സംഭവമല്ലേ എള്ള്. നമ്മുടെ കിളി കൂട് വീണ്ടും വെച്ച് തുടങ്ങി. എല്ലാ വർഷവും വെക്കുമല്ലോ. ഈ ഹോളി കഴിയുമ്പോൾ ഒരു കൂട് വെക്കാൻ വരും. അങ്ങനെ ദേ വന്നിട്ടുണ്ട്. ഒരു കറുത്ത കിളി, ഒരു പച്ച കിളിയുണ്ട് കേട്ടോ. 2 കിളികൾ. ഹോളി സ്പെഷ്യൽ നമുക്ക് കിട്ടിയ നെയ്ബേഴ്സിൻ്റെ വക ഗുലാബ് ജാമുനും ഉണ്ടായിരുന്നു. നല്ല ഗുലാബ് ജാമുൻ കേട്ടോ. ഇവിടെ നമ്മുടെ ദാദരിലുള്ള ബിക്കാനീർ വാലയെന്നാണ് തോന്നുന്നു. നല്ല ടേസ്റ്റുണ്ട്. പണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ താമസിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ദീദി കുറേ സംഭവങ്ങൾ കൊണ്ടുവരുമായിരുന്നു ഹോളിയിൽ. ഗുജിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. ഈ പ്രാവശ്യം ഞാൻ ഗുജിയൊന്നും അങ്ങനെ നമ്മുടെ ഈ ടൗൺഷിപ്പിലെ വീടുകളിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. സാധാരണ നമുക്ക് വാങ്ങാനും കിട്ടും. നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം ഒത്തിരി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ എന്തിനാ വെച്ചിട്ട് വാങ്ങിക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മടിയുള്ള വേറൊരു സംഭവമാണ് എന്തെങ്കിലും തീർന്നാൽ ഇട്ട് വെക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ നെയ്ത് ടിന്നിലല്ലായിരുന്നു, സാധാരണ ഈ പാക്കറ്റിലായിരുന്നു. പിന്നെ അത് തീർന്നപ്പോൾ അതും അങ്ങനെ ഒഴിച്ച് വെക്കുകയാണ്. രാത്രിയിൽ നമുക്ക് പുട്ടും പയറും. കുറേ നാളായി പയറിങ്ങനെ കറി വെച്ചിട്ട് പുട്ടിൻ്റെ കൂടെ. ഇന്നും ചക്കപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ. ചക്ക തീർന്നു. കുറേയൊക്കെ കഴിച്ചു. ചക്കപ്പുട്ട് ഉണ്ടാക്കി. അപ്പം നോർമലായിട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കി ഒരു കുറ്റി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നിറച്ച് ചക്കയൊക്കെ വെച്ചിട്ട് ചക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടേ ശരിക്കും തൊണ്ടയ്ക്ക് ആ ഒരു കരകരപ്പ് മാറുന്നില്ല. ഞാനധികം സംസാരിക്കാറുമില്ല, പക്ഷേ എന്തോ ഒരു ചെറിയൊരു തൊണ്ടപ്പിടുത്തം ഉണ്ട്. പൂർവ്വസ്ഥിതിയിൽ ശരീരവും അങ്ങനെ അങ്ങ് എത്തിയിട്ടില്ല കേട്ടോ. അങ്കു ഒന്ന് നേരത്തെ ഉറങ്ങി. അവന് ക്ഷീണം കാണും. പാവം ഇങ്ങനെ കുത്തിയിരിക്കുകയല്ലേ, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ. എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായാൽ മതി. ശരിക്കും മനസ്സിന് ഞാൻ പറഞ്ഞില്ല, രാത്രി കിടക്കുമ്പോൾ എന്തൊക്കെയോ അങ്ങ് വല്ലാത്ത ഇതൊക്കെ കൊണ്ടായിരിക്കും ഒരു ആകെ വല്ലായ്മ. അപ്പോൾ പിന്നെന്താണ്, ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ വെച്ച് അതിൻ്റെ ആണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.